ഓക്കെ, സുഹൈൽ മുഹമ്മദ്. എന്തായാലും ഈ വിഷയത്തിൽ ഇ ഡി ഇവിടുത്തെ ഏറ്റവും എഫിഷ്യൻ്റായ ട്രാൻസ്പെറൻ്റായ ഒരു അന്വേഷണ മെക്കാനിസമാണ്, വെപ്പണാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആഷ്മിക്ക് തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ് എടുത്ത കേസുകൾ. പക്ഷേ കരുവന്നൂരിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഈ ഫോൺ ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു, ഞാൻ എടുത്തു മാറ്റലില്ല. അവിടെ എവിഡൻ്റ് ആണ്, അവിടെ നിക്ഷേപിച്ച പണമില്ല. അപ്പോൾ അവിടെ ഒരു പറഞ്ഞ പോലെ ക്രൈം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു അന്വേഷണം വരുമ്പോൾ ഇ ഡിയുടെ രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം മെറിറ്റുണ്ട്, എത്രത്തോളം അടിസ്ഥാനമുണ്ടെന്ന കാര്യം വിശ്വസിക്കുന്നില്ല. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ കരുവന്നൂർ എന്ന് പറഞ്ഞ വിഷയം CPM ഒരു പൊളിറ്റിക്കൽ ഈഗോയാണ്. ഈ പറഞ്ഞ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയ 130 കോടി സബ്ജക്ട് കണക്ഷനാണ്. അത് ഇപ്പോഴും ആ ബാങ്കിലേക്ക് കൊടുത്ത് നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പണം ഇപ്പോഴും പുതിയ ഭരണസമിതിയും കൈപ്പറ്റിയിട്ടില്ല. അവരിപ്പോഴും നിയമപരമായിട്ടുമായി മുന്നോട്ട് പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിക്ഷേപം വിട്ട സാധാരണക്കാരന്റെ മനുഷ്യനാണ്, അവന്റെ ജീവിതമാണ് വലുതെങ്കിൽ ആ പണം നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാം. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞതുപോലെ കരുവന്നൂരിൽ ഈ പറഞ്ഞ നേതാക്കളെ പ്രതി ചേർത്തതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. നേരത്തെ ആഷ്മിക അത് പറഞ്ഞു. കാരണം ഒരു ബാങ്കിൽ കടം കൊടുക്കേണ്ടത്, വായ്പ കൊടുക്കേണ്ടത് അവിടുത്തെ ബാങ്ക് ബോർഡാണ്. പക്ഷേ കരുവന്നൂർ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിരുന്നു. അതിന്റെ നേതൃത്വം AC മൊയ്തീൻ ആയിരുന്നു. രണ്ട്, ഈ പറഞ്ഞതുപോലെ പാർട്ടി അനൌദ്യോഗികമായ ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു, അതിൽ പണം വന്നിരുന്നു. ആ പണമായി വേറൊരാൾ സ്ഥലം വാങ്ങിയിരുന്നു. അങ്ങനെയാണ് 3 പേർ പ്രതിചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് പ്രതിചേർക്കപ്പെട്ടു എന്നതിന് കൃത്യമായ കാരണമുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വന്ന ഇ ഡിയുടെ നീക്കം അതൊരു ഇ ഡി രാഷ്ട്രീയപരിതമായി ഉണ്ടാക്കിയ നീക്കമല്ല. അതായത് ഈ കരുവന്നൂർ കേസിൽ 2 ഘട്ടമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആദ്യ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആ സമയത്ത് നിലനിന്നിരുന്ന IPC ഇന്ത്യൻ പീനൽ കോഡാണ്. രണ്ടാമത്തെ കേസിൽ ഇവരെയൊക്കെ പ്രതിചേർത്തുകൊണ്ട് കുറ്റപത്രം 28 പേരെ പ്രതിചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിൽ അന്ന് ഭാരതീയ ന്യായ സംഹിതയാണ് BNS പുതിയ പ്രൊവിഷൻ അനുസരിച്ച് ഇത്തരത്തിലൊരു അന്വേഷണ ഏജൻസി കേസെടുത്തു കഴിഞ്ഞാൽ അത് വിചാരണ, ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്, വിചാരണ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ കേസിൽ വിധി തീർപ്പാക്കാനായിട്ടില്ല, വിചാരണ തുടങ്ങും മുമ്പ് പ്രതിപട്ടികയിൽ ചേർത്തവർക്ക് അവരുടെ വാദം പറയാൻ, അവർ പ്രതികളാണോ, നിങ്ങൾക്കെതിരെ തെളിവുകളുണ്ടോ എന്നൊക്കെ പരിശോധിക്കപ്പെടാൻ ഒരു വേദിയുണ്ട്. ആ വേദിയിലാണ് അവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AC മൊയ്തീൻ അടക്കമുള്ളവർ കോടതിയിൽ ഹർജി നൽകിയത്. അത് തള്ളിക്കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പ്രതികളാണ്. അതായത് പ്രതികൾ എന്ന് പറയുമ്പോൾ ടേമിൽ ഇനി വിചാരണ ബാക്കിയാണ്. വിചാരണ കഴിഞ്ഞ് ആ വിചാരണയ്ക്ക് പൂർത്തിയാക്കി ഇവരുടെ മേൽ കുറ്റം ചാർത്തിയതിനു ശേഷം ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ സ്വാഭാവികം നമുക്ക് പ്രതികൾ എന്ന് പറയാൻ കഴിയൂ. അതുകൊണ്ട് നിലവിൽ അവർ പ്രതികൾ എന്ന് പറയുന്ന അവർ കുറ്റം ചെയ്തു എന്നുള്ളതല്ല, അത് പ്രൂവ് ചെയ്യാൻ അവർ ചെയ്തിട്ടില്ല, അവരുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ അവർക്ക് അവസരം അവിടെ ഉണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് ഇ ഡി ഒരു കേസുമായി വരുമ്പോഴേക്ക് അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് അനുചിതമല്ല. കാരണം പ്രത്യേകിച്ച് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. അത് ഏത് മെക്കാനിസം, ഏത് മെഷീനറി വന്ന് ഈ കേരളത്തിൽ കേസെടുത്താലും അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. കരുവന്നൂരിന്റെ കേസിൽ നമുക്ക് ഒരു തരത്തിലും രാഷ്ട്രീയ പ്രേരിതം വേണമെങ്കിൽ ഈ പറഞ്ഞ ഇ ഡി കേസ് തരാതരം പോലെ ചില സമയങ്ങൾ ഉയർന്നു വരും, ചില സമയങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, ചില സമയങ്ങൾ നോട്ടീസ് അയക്കും. ആ വരുന്ന ടൈം ഓഫ് ഒക്കറൻസ് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷേ ഈ കേസിൽ കൃത്യമായ ഒരു മെറിറ്റ് ഉണ്ട്. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആകുലതകൾ, അതിന്റെ വേദനകൾ ഇപ്പോഴും അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവർക്ക് നീതി വേണം. ആ നീതിക്ക് ആരൊക്കെയാണ് അവരുടെ പണം മോഷ്ടിച്ചത്, ആരൊക്കെയാണ് അവരുടെ പണം പുട്ടടിച്ചത്, അവർക്കെതിരെ നടപടി ഉണ്ടാകണം. അത് ഏത് സർക്കാർ മെക്കാനിസം ആണെങ്കിലും, ഏത് സർക്കാർ മെഷീനറി ആണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കരുവന്നൂർ മാത്രമല്ല, വടകരയുണ്ട് ഒരു ആത്മഹത്യ. വടകര ഈ പറഞ്ഞ UDF നേതൃത്വത്തിന്റെ എന്ന് പറയപ്പെടുന്ന ഒരു ബാങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഈ പറയുന്ന പോലെ പ്രവാസിയൊക്കെയാണ്, അവിടെ പൈസ ഇട്ടിട്ട് പൈസ ചോദിച്ച് കൊടുക്കാതെ ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അവിടെ ഒരു അവിടുത്തെ കോഫി ഹൗസിന് മുന്നിൽ വളപ്പൊട്ടൊക്കെ വിറ്റ് ജീവിക്കുന്ന, എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിച്ച മനുഷ്യനാണ്. വളപ്പൊട്ടൊക്കെ ജീവിച്ച് കാലൊക്കെ നമ്മൾ ചർച്ചകൾ എടുത്തായിരുന്നു. കാലൊക്കെ വല്ലാത്ത നീര ഇഴഞ്ഞിഴഞ്ഞ ആത്മഹത്യക്ക് മുമ്പ് ഓഡിയോ ക്ലിപ്പ് ഇടുകയാണ്. ഏത് രീതിയിലാണ് അവിടുത്തെ നേതൃത്വം അദ്ദേഹത്തെ വേട്ടയാടിയത് എന്ന് പറഞ്ഞാൽ ഓഡിയോ ക്ലിപ്പ് ആത്മഹത്യ ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ഒരു ആത്മഹത്യയുണ്ട്. ഞാൻ മാധ്യമത്തിൽ തുടങ്ങിയ കാലം മുതൽ തന്നെ അഞ്ചേട്ടൻ നമ്മുടെ ഒരു വളരെ അടുത്ത തനേഷോട്ടം കറിയായിരിക്കും. അടുത്ത സുഹൃത്ത് പാവം പിടിച്ച മനുഷ്യൻ, BJP നേതാവാണ് അദ്ദേഹം. അത് ഭരണസമിതിയുടെ ഭാഗമായിരുന്നു. പാവം പിടിച്ച മനുഷ്യൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ കാരണമുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. അത് കരുവന്നൂർ മാത്രമല്ല, അത് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് മാത്രമല്ല, വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അത് അടിയന്തരമായി പരിഹരിക്കണം. കാരണം ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഈ സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയാണ്, നട്ടലാണ്. അക്കാര്യം തർക്കമില്ല. അതുകൊണ്ട് ഒരുപാട് പേർ ജീവിച്ചു പോകുന്നുണ്ട്, ഒരുപാട് പേർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ആ മേഖലയുടെ നാശം കാത്തിരിക്കുന്നവരുടെ കയ്യിലുള്ള ഒരു വടിയെ കൊണ്ട് കൊടുക്കലാണ് ചെയ്യുന്നത് എന്നുകൂടി പറയാം. ഈ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം എത്ര BJP നേതാക്കന്മാർക്കെതിരെ ED കേസെടുത്തു, അങ്ങനെയൊക്കെ പറയാമെങ്കിലും ഈ കരുവന്നൂർ പോലെയുള്ള ആഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ സഹകരണ ബാങ്ക് കേരളത്തിന്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് പറയുമ്പോൾ തന്നെ ഈ സഹകരണ ബാങ്കുകളിൽ പല അതിക്രമങ്ങളും നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് പല കാരണങ്ങളാൽ ഈ കാലാകാലത്തിലിരിക്കുന്ന സർക്കാരുകളൊക്കെ തന്നെ സഹകരണ ബാങ്കിലെ ഈ അഴിമതി തടയാനും ഒന്നും ശ്രമം നടത്തിയിട്ടില്ല. പല കാരണങ്ങൾ അതിനുണ്ടാവാം. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു കേസ്, ഈ കരുവന്നൂരിലെ കേസ് എന്ത് കാരണത്താലും ED മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല.
സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് അല്ലെങ്കിൽ ക്രമക്കേടുകൾ എന്നൊക്കെ പറയുന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. കാരണം കരുവന്നൂർ കേസ് വന്ന സമയത്ത് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഒട്ടേറെ ബാങ്കുകളിലെ ക്രമക്കേടുകൾ പുറത്തു വന്നിരുന്നു. നമ്മൾ തന്നെ എത്രയോ വാർത്തകൾ എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവരികയും അതൊക്കെ വലിയ സമൂഹത്തിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കരുവന്നൂരിൻ്റെ പുറകിൽ ED വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം CPIM-നെ പൂട്ടുക എന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ഒരു കേസിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കെ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ AC മൊയ്തീൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട CPIM നേതാക്കളാണ് ഇക്കാര്യത്തിൽ പ്രതിപട്ടികയിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അമിതാവേശം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മാത്രമല്ല സമാനതകളില്ലാത്ത ക്രമക്കേടുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും ED അക്കമിട്ട് പറയുന്നതിൽ വസ്തുതയുണ്ട് എന്നുള്ളത് നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ തനേഷിനോട് ഒറ്റ കാര്യം ഇതാരാ അന്വേഷിക്കേണ്ടത്? പിന്നെ അല്ല, ED അന്വേഷിക്കട്ടെ. അത് ഞാൻ പറഞ്ഞില്ല, ഇത് CPIM-ന് പറ്റിയൊരു വലിയ പിഴവെന്താണെന്നറിയോ? ഈ അന്വേഷണം ഒക്കെ നടക്കുന്നതിന് മുമ്പ് ഇത് ആദ്യത്തെ പരാതി പോകുന്നത് CPIM-ന് മുമ്പിലാണ്. ഒരു MV സുരേഷ് എന്ന് പറയുന്ന ആ ബാങ്കിലെ ജീവനക്കാരനും CPIM-ന്റെ ഒരു പ്രവർത്തകനുമായിട്ടുള്ള ആളാണ് ഈ ഒരു പരാതി പാർട്ടി കൊടുക്കുന്നത്. പാർട്ടി അത് കണ്ടമട്ടിലെടുത്തില്ല. പാർട്ടി സ്ഥിരം ചെയ്യുന്ന CPIM-ന് എപ്പോഴും പറ്റുന്ന ഒരു പിഴവുണ്ടല്ലോ, പാർട്ടിയിൽ ഒരു തെറ്റുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ട് പോയി. അതിനുമുണ്ട് ഇതൊക്കെ പാവങ്ങളുടെ ഇതെല്ലാം പാർട്ടിക്കാരാണെന്നേ. ഈ പോയ മനുഷ്യന്മാരൊക്കെ വേറെ പാർട്ടിക്ക് കൂടുതലും CPIM ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങേയറ്റ പാവ മനുഷ്യന്മാരാണ്. അടിസ്ഥാനപരത്തിൽ അത് പാർട്ടിക്ക് അറിയാത്തതല്ല. ഈ പണം പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആത്മഹത്യയല്ലാതെ മറ്റു മാർഗ്ഗമില്ലാത്തവരാണെന്ന് അറിയാത്തതല്ല. എന്നിട്ട് കണ്ണടച്ച് അടിച്ചു മാറ്റാൻ കൂട്ടുന്നു എന്ന് തന്നെ പറയണം. എന്നിട്ട് ED വരികയാണ്. EDക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവും. പക്ഷെ EDയുടെ കയ്യിൽ അടിക്കാൻ ഒന്നാം തരം വടി ചെത്തി കൊടുത്തു എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവം ഗൗരവത്തിൽ പാർട്ടി എടുത്തിട്ടില്ല. ഇപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും സംഭവം പ്രശ്നമായി. CPIM സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന വന്നിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ CPIM-ന്റെ സമുന്നത നേതാക്കളെ വിടാതെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ തുടർച്ചയാണ് PMLA കോടതിയുടെ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ കെ രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗവും MLA-യുമായ AC മൊയ്തീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് അടക്കമുള്ളവർക്ക് അടുത്ത 4-ന് ഹാജരാവാൻ സമൻസ് അയച്ചിരിക്കുകയാണ്. സഹകരണ മേഖല നടന്ന ക്രമക്കേടിന്റെ പേരിൽ പാർട്ടിയെയും അക്കാലത്ത് ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരെയും പ്രതി ചേർക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഇവരെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതി ചേർത്തത് എന്ന് വ്യക്തമാണ്. BJP-യുടെ ദാസന്മാരായി നിന്നുകൊണ്ട് ജനകീയ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും അതുവഴി പാർട്ടിയെ തന്നെ ദുർബലപ്പെടുത്താനുമുള്ള ആസൂത്രിത പദ്ധതികളുടെ ഭാഗമാണിത്. അതിനു മുന്നിൽ കീഴടങ്ങാൻ CPIM ഒരുക്കമല്ല. കെ രാധാകൃഷ്ണനും AC മൊയ്തീനും MM വർഗീസും അടക്കമുള്ള നേതാക്കളെ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. അവർ അഴിമതി നടത്തിയെന്നോ ആരുടെയെങ്കിലും കൊള്ളയടിച്ചുവെന്നോ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നോ ED പറഞ്ഞാൽ വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ഇവർ കരുവന്നൂർ ബാങ്കിലെ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാനും ബാങ്കിനെ രക്ഷിച്ചെടുക്കാനും ശ്രമിച്ചവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.